സമരത്തിന്റെ രൂപം മാറും, സമരത്തിന്റെ രൂപം മാറും, സമരത്തിന്റെ ഭാവം മാറും. യൂത്ത് ഫ്രണ്ട് പറയുന്നു, യൂത്ത് ഫ്രണ്ട് പറയുന്നു, യൂത്ത് ഫ്രണ്ട് പറയുന്നു, യൂത്ത് ഫ്രണ്ട് ഓരോ അടിയും മുന്നോട്ട്, ഓരോ അടിയും മുന്നോട്ട്. നമ്മുടെ ഈ സംസ്ഥാനത്ത് തെരുവുകളെ സംബന്ധിച്ചോളം നമുക്കറിയാം, ഇന്ന് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശ്രീമതി മനേകാ ഗാന്ധി ഇത്തരത്തിൽ നമ്മുടെ കുട്ടികളെ അടക്കം നമ്മുടെ സമൂഹത്തിലെ നിരവധി ആൾക്കാർ മരണപ്പെട്ടിട്ടും സമയത്ത് കടന്നു വന്നിരിക്കുന്നത്. ഈ സമര പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ സമരപരന്മാരെയും ഞാൻ കേരള യൂത്ത് ഫണ്ടിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടി കേരള യൂത്ത് ഫണ്ട് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമുക്ക് തിരുവനന്തപുരത്ത് മുള്ളുവിള ചീരുവമ്മയെ പട്ടി കടിച്ചു കീറിക്കുന്നു. ഓരോ ദിവസവും നമ്മൾ കണ്ടു പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ വീട്ടിൽ കയറി പട്ടികളെ സൂക്ഷിക്കട്ടെ എന്ന് ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. നമുക്ക് ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചത് കേരള യൂത്ത് ഫണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി ഞങ്ങൾ തുടക്കം കുറിച്ച ഈ പരിപാടി ഇത് ഇനിയെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കണ്ണു തുറന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കണ്ണു തുറന്ന് യാതൊരു സംശയമില്ല. ഇത് ഞങ്ങൾ ആരെയും സഹായത്തോടെയല്ല, ഞങ്ങൾ തന്നെ ഇവിടെ ചെയ്തു. ഇത് കേരളത്തിലെ മുഴുവൻ ജംഗ്ഷനും പട്ടികളിൽ ചത്തു കിടക്കാൻ പോവുക. കാഞ്ഞിരത്തിന്റെ തൊലിയിൽ ഇറച്ചി വേവിച്ച് ഇനിയും ഞങ്ങൾ കൊല്ലും. ഇപ്പോൾ അങ്ങനെ തന്നെയാണ് കൊന്നിരിക്കുന്നത്, ഇനിയും അത് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് അതിയായ തീരുമാനമെടുക്കണം. കെ.ടി. ജലീൽ അദ്ദേഹത്തെ ഞങ്ങൾ അനുമോദിക്കുന്നു. പക്ഷേ കാര്യമില്ല. എന്താ സുഹൃത്തുക്കളെ, അദ്ദേഹം പറഞ്ഞിട്ടും എവിടെ പട്ടികളെ നായ്ക്കളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടും യാതൊരു നടപടിയുമില്ല. മാത്രമല്ല നായ്ക്കൾ കടിച്ച് നിരവധി മരിക്കുന്നു, ആർക്കുമെതിരെ കേസെടുക്കുന്നില്ല. ഇവിടെ ഒരു പട്ടിയെ കൊന്നാൽ അപ്പോൾ കേസെടുക്കുന്നു. ഞങ്ങള് ഈ വിഷയത്തിന് വേണ്ടി തൂക്കിലേറ്റപ്പെടാൻ ഞങ്ങൾ തയ്യാറാണ്. കേരള യൂത്ത് ഫണ്ട് സന്നദ്ധമാണ് എന്ന്